ഇന്ന് മക്കളെ നമ്മുടെ ഡൽഹിയിൽ ഒഫീഷ്യലി തണുപ്പ് തുടങ്ങി. സുപ്രഭാതം ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് മക്കളെ ഡൽഹിയിൽ ഒഫീഷ്യലി തണുപ്പ് തുടങ്ങി. മഞ്ഞ് ഇന്ന് രാവിലെ മുതൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉണ്ട് ഇപ്പോഴും. ഞാനിപ്പോൾ ആക്ച്വലി 8 മണിയായി. രാവിലെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഒന്ന് പാർക്കിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി നല്ല തണുപ്പാണ്. കണ്ടില്ലേ, ഞാൻ ജാക്കറ്റും ബ്ലേസറും ഇതൊക്കെ ഇട്ട് ഓരോളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പം നടക്കുന്നത്. ഞാൻ ഇന്നലെ അമേസോണിൽ നിന്ന് ഒരു സാധനം മേടിച്ചത്, ഒരു സെൽഫി സ്റ്റിക്ക്. ഇത് അടിപൊളി സാധനമാട്ടോ. ഇത് ആക്ച്വലി നല്ല നീളം ഉണ്ടായിരുന്നു. 71 ഇഞ്ചോ എന്താ കണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ നീളം. പിന്നെ പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ നല്ല ഹെവി സാധനമാണ്, നല്ല ഗ്രിപ്പും ഉണ്ട്. ഞാനത് മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് സാധാരണ എപ്പോഴും വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മളുടെ ക്യാമറ പിടിച്ചിട്ട് എനിക്ക് നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ക്യാമറ പിടിച്ച് പുറത്തുനിന്ന് നമ്മൾ നടക്കുമ്പോൾ ഇത് ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. ഇത് നല്ല ഇതിൻ്റെ ബേസും ഇതൊക്കെ നല്ലതാണ്. ഇപ്പം ഇന്ന് മുതൽ ഇത് വെച്ച് വിടുമ്പോൾ വ്ളോഗിങ് ചെയ്യും. ഇത് കണ്ടില്ലേ, സൗകര്യമായി. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് നിങ്ങളെ സ്ഥലങ്ങളും കാണിക്കാം, പ്ലസ് എനിക്ക് നിങ്ങളുടെ ഒപ്പം സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഒരു യൂസ്ഫുള്ളായ സംഭവമാണ്. നല്ലോണം ഇതിൻ്റെ ഹൈറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് തന്നെ ഈ ഒരു സംഭവമുണ്ട്. ഇതാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് റിമോട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് ട്രിഗർ ചെയ്യാം, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പലതും. അപ്പോൾ ഞാനിതിലൊരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പം ഇത് വെച്ചിട്ട് തന്നെ ട്രിഗർ ചെയ്തിട്ട് ഞാൻ റെക്കോർഡിങ് ചെയ്തത്. ഇപ്പോൾ ഈ ഇത് വെച്ചിട്ട് തന്നെ ട്രിഗർ ചെയ്ത് എനിക്ക് സ്റ്റോപ്പും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ട്രൈപോഡിൽ വെച്ചിട്ട് പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്നത് വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പ്ലസ് അതുമാതിരി തന്നെ ഇപ്പോൾ ഞാൻ എപ്പോഴും ഈ കയ്യിൽ പിടിച്ച് നടന്ന് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഭയങ്കര ഷേക്കി ഫുട്ടേജ് ആയിരിക്കും നമ്മൾ എപ്പോഴും കയ്യിൽ പിടിച്ച് ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ എന്നാൽ ഒരു ട്രൈപോഡിന് വെച്ചാൽ അത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇരുന്നിട്ട് ആക്ച്വലി എനിക്ക് റെക്കോർഡിങ്ങും ചെയ്യാൻ പറ്റും, പലതും ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അതുമാതിരി തന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതിന് നല്ലൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് സംഭവം, കണ്ടില്ലേ, ഈ ഹൈറ്റിൽ ഞാനിപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇതിൽ കൂടുതൽ പോകും. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് കണ്ട, ഈ ബേസ് ലെഗ് ഇത് നല്ല നീളമുണ്ട്. പക്ഷെ ശരിക്കും അതിരിക്കുന്നത് നല്ല ഇതിലിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇത് കണ്ട, ഈ ഒരു സംഭവമുണ്ട്. ഇതിൽ നമ്മൾ പാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഇതാണ്. ഇതിനും കൂടുതൽ ഇത് ഹൈറ്റ് വരും കേട്ടോ. ഞാൻ കാണിച്ചത് ഇത് എത്ര വരുന്നു. ഇത് കണ്ട, ഇത് ആക്ച്വലി എൻ്റെ ഹൈറ്റിനും വലിയ നീളമുണ്ട് ഇതിന്. സോ ഇതുണ്ട, നല്ല നീളമുണ്ട് സംഭവം. എത്ര നമുക്ക് ഹൈറ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 6 അടി ഇല്ല എനിക്ക്, ഞാൻ 5'6" ഉള്ളൂ. എന്നാലും എനിക്കൊന്ന് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്ക്. ഇത് കണ്ട, ഇത്രയും ഹൈറ്റിൽ വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഷോട്ട് കാണിച്ചു തരാം, കയ്യിൽ പിടിച്ചിട്ട് കേട്ടോ, സെൽഫി ആയിട്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇത് മടക്കിയിട്ടില്ല, ഞാൻ നിങ്ങൾ കാണിക്കുന്ന ഡിസ്റ്റൻസ് കാണിക്കുന്നത് കണ്ട. എനിക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ ഈ സെൽഫി എടുക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര ഇത് നല്ലൊരു ലെവലിത് സംഭവം. പിന്നെ മറ്റേ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് പാനിങ്. ഇത് കണ്ട, ഈ പാനിങ് നമ്മൾ ചെയ്യില്ലേ, ലെഫ്റ്റ് ടു റൈറ്റ്, എന്ത് ഈസി ആയിട്ട് സുഖമായിട്ട് ഇത് വരണമെന്ന് അറിയുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് ഇളകും അതിൻ്റെ ബേസ്. എൻ്റെ വ്ളോഗിങ്ങിൻ്റെ ജേണി തുടങ്ങിയിട്ട് ഇപ്പോൾ 7 കൊല്ലമാവാറായി. സെയിം എൻ്റെ ട്രേഡിങ്ങിൻ്റെ തന്നെ ഓൾമോസ്റ്റ് 6 to 7 years ആയി ഞാൻ കണ്ടിന്യൂസ്ലി വ്ളോഗിങ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ വ്ളോഗ്സൊക്കെ ഞാൻ ചെയ്തിരുന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാൻ ട്യൂട്ടോറിയൽസൊക്കെ ചെയ്തിരുന്നു മ്യൂസിക് പ്രൊഡക്ഷനെ പറ്റിയിട്ടും പിന്നെ അതൊക്കെ. അത് ബേസിക്കലി പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ആ ഇൻട്രസ്റ്റ് അതിൽ പോയി തുടങ്ങിയിട്ട് എൻ്റെ ബിസിനസ്സിൻ്റെ ആ സ്ട്രെസ്സും ഇതൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഞാനത് വിട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതായിട്ടില്ല, ഇപ്പോഴും ഉണ്ട് ആ ചാനൽ, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ അധികം അതിൽ ഇടാറില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 8-9 മാസമായി, ഒരു കൊല്ലം എന്ന് പറയാം ഞാൻ എന്തെങ്കിലും അതിൽ ഇട്ടിട്ട്. നമ്മുടെ ദേശീയ പതാക കണ്ട, കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. കാരണം മഞ്ഞ് കാരണേ ഈ കാറ്റടിക്കണതാണ് ഡൽഹിയിൽ പ്രശ്നം. കാരണം ഈ കാറ്റടിച്ചാൽ ശരിക്കും നമുക്ക് തണുപ്പ് തോന്നും. എന്താ മഞ്ഞ് നോക്കിയ ഭായ്, ഇതിപ്പോൾ വളരെ കുറവാട്ടോ. ഇതിപ്പോൾ തുടങ്ങും എന്ന് വെച്ചാൽ ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി മഞ്ഞായിരിക്കും. ഞാൻ മരം കണ്ട എന്ത് രസം നോക്കിയാൽ.
വെള്ളപ്പൂക്കളും പൂവല്ല അത് അതിൻ്റെ ഇലകളും എന്തുവാണെന്ന് ഇതിപ്പോൾ ഈ ഒരു ഷോട്ട് കണ്ട എന്നുവെച്ചാൽ ഈ ഈ സീറ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ചെയർ എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുള്ളത് ഇത് വളരെ ഒരു നല്ലൊരു എന്നുവെച്ചാൽ ഏരിയയിലാണ് ഇതിരിക്കുന്നത്. പിന്നിൽ നല്ല ഗ്രീനറി, നല്ല വ്യൂ. ഇപ്പോൾ ഇങ്ങനത്തെ ഷോട്ട്, ഇങ്ങനത്തെ വൈഡ് ആംഗിൾ ഷോട്ട്, ഇപ്പോൾ ഞാൻ ചെറിയൊരു സെൽഫി സ്റ്റിക്ക് വയ്ക്കുകയെന്ന് വെച്ചാൽ എനിക്കിത് ഇങ്ങനത്തെ ഷോട്ട് എടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ബേസിക്കലി ഒരു എന്താ പറയുക, സബ്സ്ക്രൈബറിനെ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകറിനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ആംഗിൾ ഷോട്ട്സൊക്കെയാണ്. എനിക്ക് വീഡിയോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 4 കൊല്ലം ഇപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇത് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ട് വീഡിയോഗ്രാഫിയിൽ. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫോട്ടോഗ്രാഫിയിൽ തന്നെയാണ്, നോർമൽ ഫോട്ടോഗ്രാഫിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വ്ളോഗ്സിൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കൂടി തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വ്ളോഗ് കാണും. പിന്നെ ട്രാവൽ ചാനൽസ് ഞാൻ ഇഷ്ടംപോലെ കണ്ടിരുന്നു, ഡോക്യുമെൻ്ററീസ് ഞാൻ കണ്ടിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഡോക്യുമെൻ്ററീസാണ്. കാരണം ഇൻഫോർമേഷണൽ വീഡിയോസ് അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. അങ്ങനത്തെ സ്റ്റൈൽ വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതിനെപ്പറ്റി ഞാൻ പഠിച്ചു തുടങ്ങി. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഓരോരോ സീൻ, ഓരോരോ ഷോട്ട്, ഓരോരോ ആംഗിൾ, ഇത് പലതും നമ്മൾക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളിൽ കൂടെ നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഫൈനൽ അതിൻ്റെ റിസൾട്ടും ഫൈനൽ പ്രൊഡക്റ്റും നമ്മൾക്ക് കിട്ടുന്നതാണ് ശരിക്കുള്ള ഒരു വ്ളോഗ് ആയിട്ട് വരുന്നത്. എൻ്റെ പഴയ വ്ളോഗ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, മറ്റുള്ളവരുടെ മാതിരി തന്നെ ഞാൻ ആദ്യം ആരും സത്യം പറഞ്ഞാൽ ആരും ഒരു വ്ളോഗ് ചാനൽ തുടങ്ങുമ്പോൾ അവർക്ക് തന്നെ അറിഞ്ഞൂടാ അവരെങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ പുറത്ത് ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നടക്കണ്, അവർ എക്സസൈസ് ചെയ്യണ്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നുവെച്ചാൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവർ ചോദിച്ചു ഞങ്ങളെയും കൂടി ഒന്ന് വ്ളോഗിലെടുക്കും. ഞാൻ പറഞ്ഞു വാ മോനെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്കും നാണായി, അവരങ്ങോട്ട് പോയി. ഞാൻ കെയർ ചെയ്യണില്ല ആൾക്കാർ എൻ്റെ അടുത്തുണ്ടോ ഇല്ലയോ, ഞാൻ കെയർ ചെയ്യണില്ലെന്ന്. ഐ ആം മോർ ഫോക്കസ്ഡ് ഓൺ വാട്ട് ഐ വോണ്ട് ടു ഡു. മനസ്സിലായില്ലേ? കാരണം ഇത് ഇന്ന് എൻ്റെ ഒരു ഏർണിംഗ് പോയിൻ്റായിട്ട് മാറിയിരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഒരേ വ്ളോഗ്സ് ഷൂട്ട് ചെയ്യുമ്പോഴും വളരെ അധികം കെയർ ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ഞാൻ പറഞ്ഞ മാതിരി ഇത് ഇന്ന് എൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടറാണ്. എന്ന് വെച്ചാൽ വ്ളോഗ്സിൽ കൂടെ പൈസ ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊരു പാസീവ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഐ വോണ്ട് ടു ഡു ദിസ് ഫുൾ ടൈം ബിക്കോസ് ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്. നമ്മളൊരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജോലിയായി മാറരുത്, അത് ആക്ച്വലി ഒരു പാഷനായിട്ട് മാറണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈവൻ റൈറ്റ് നൗ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മ്യൂസിക് ഉണ്ടാക്കാറുണ്ട്, ഇപ്പോഴും ഞാൻ മ്യൂസിക് സ്കോർ ചെയ്യാറുണ്ട്. എൻ്റെ പല വ്ളോഗ്സിലും നിങ്ങൾ കേട്ടത് ഞാൻ കമ്പോസ് ചെയ്ത മ്യൂസിക്കും അതിലുണ്ട്. കാരണം കോപ്പിറൈറ്റ് കാരണം നമ്മൾക്കിത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ ഒറിജിനൽ മ്യൂസിക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കോ നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പം അങ്ങനെ പല രീതിയും വരുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മൾക്ക് നമ്മളുടെ വ്ളോഗിങ് ചെയ്യേണ്ടത്. ഞാനിതൊരു ട്യൂട്ടോറിയലായിട്ടല്ല കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഡെയിലി ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ലേണിംഗ് ഈസ് ഗുഡ്. ആ ലേണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ബേസിക്കലി അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സാധനം വരെ ആയിക്കോട്ടെ. ഇത് ഫോർ എക്സാമ്പിൾ ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ ബേസിക്കലി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ളൊരു ഫ്രൂട്ട് കിട്ടും. എന്നുവെച്ചാൽ ഒരു ഇൻകം കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് അത്. ഞാൻ പറയുന്ന ഇൻകം വളരെയധികം പൈസ ആവണമെന്ന്. ഇപ്പോൾ എനിക്കൊരു $100-200 ഇപ്പോൾ ഈ ചാനലിൽ നിന്ന് കിട്ടണുള്ളൂ. പക്ഷെ എന്നാലും അതന്നെ ഒരു 15,000-16,000 റുപ്പീസ് ആയില്ല നമ്മളുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇത് വളരണുള്ളൂ, ഇത് കുറയണില്ല. അപ്പോൾ എവറി വീഡിയോ വാട്ട് യു പോസ്റ്റ് ഇൻ എ വ്ളോഗ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യൂട്യൂബ്. കുറേ ആൾക്കാരത് മനസ്സിലാക്കണില്ല. നമ്മളിപ്പോൾ ഒരു ഇൻഫർമേഷണൽ വീഡിയോ ഇടണമെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു ഇൻഫർമേഷണൽ വീഡിയോ ഇടുന്നു പറഞ്ഞാൽ എൻ്റെ ഈ സെൽഫി സ്റ്റിക്കിനെ പറ്റിയിട്ടായിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വേറെ ആൾക്കാരും ചിലപ്പോൾ ഈ സെൽഫി സ്റ്റിക്ക് മേടിച്ചെന്നിരിക്കും. ഈ സെൽഫി സ്റ്റിക്ക് ഉണ്ടാക്കിയ ആൾ തന്നെ വലിയൊരു കാര്യമല്ലേ. സോ ഹീ ഡിസേർവ്സ് ടു ഗെറ്റ് മോർ ബിസിനസ് ഫോർ ദാറ്റ് ബേസിക്കലി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സെൽഫി സ്റ്റിക്ക്. കാരണം ഇന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഡിഫറെൻറ്റ് ആംഗിൾസ്, ഡിഫറെൻറ്റ് പൊസിഷൻസിൽ നമ്മൾക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും കൂടും. അങ്ങനെ പലതും ഉണ്ട്. ഗൈസ് ഓൾറെഡി 9 മണി ആവാറായി. ഞാൻ മറന്നുപോയി, നമ്മളുടെ
മാർക്കറ്റ് തുടങ്ങുന്നത് 9:15 അപ്പോൾ അതിന് മുമ്പ് ചെന്നിട്ട് എനിക്ക് കുറച്ച് അനലൈസ് ചെയ്യണം. നമ്മൾ ട്രേഡിങ്ങും അത് നമ്മളൊരു ഇൻകം അല്ലേ. കാരണം ഇപ്പം ഞാൻ ചെറുതായിട്ടേ ചെയ്യണുള്ളൂ ട്രേഡിങ്. പക്ഷേ വരും വഴി ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. എൻ്റെ ആ കോൺഫിഡൻസിൽ വന്നു കഴിഞ്ഞിട്ട് കൂടുതലല്ല, നമ്മളുടെ റിസ്ക് അനുസരിച്ചിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡിങ് ചെയ്യണം. അപ്പോൾ ബാക്കി ഇനി വീട്ടിൽ നിന്നിട്ട് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്കേത്തിൽ സാക്കേത്തിൽ ചെന്നിട്ട് നമ്മൾക്ക് വീട് നോക്കണം. നമ്മൾക്ക് ഇവിടുന്ന് മാറണം. കാരണം അത് അവൻ്റെ വീടില്ല. അപ്പോൾ നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു വീട് നോക്കണം. അപ്പോൾ ഈ സാക്കേത്ത് എന്ന് പറഞ്ഞതും സൗത്ത് ഡൽഹിയിലായിട്ടാണ് വരുന്നത്. നമ്മൾ ഇവിടുന്ന് മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ കാരണം യാവിൻ ഉണ്ടല്ലോ, യാവിൻ്റെ സ്കൂൾ ബസ് ഇവിടെ വരെ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ യാവിനെ ഡ്രോപ്പ് ചെയ്യണത് ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ അവൻ ഓട്ടോറിക്ഷയിൽ പിക്ക് ചെയ്യണം പ്ലസ് ഓട്ടോറിക്ഷയിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് വരുന്നത് നമ്മൾക്ക്. അപ്പോൾ സ്കൂൾ ബസ് 3000 റുപ്യ ഉള്ളൂ 3 മാസത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്ത് വരുമ്പം ഒരു മാസം തന്നെ 6000 റുപ്യ വരുന്നുണ്ട് അവൻ്റെ ഓട്ടോറിക്ഷയും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റാണ് നമ്മൾ നോക്കുന്നത്. അത്രയും വലുതൊന്നും നോക്കണില്ല. ഒരു 15,000-20,000 വരെ വരുന്ന ഒരു ഫ്ലാറ്റ് റെൻറ്റിന്. പക്ഷേ ഡൽഹിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നമ്മൾ പകുതിയും കൊടുക്കണം പ്ലസ് കമ്മീഷനും കൊടുക്കണം. 1 മാസത്തെ റെൻറ്റിൻ്റെ കമ്മീഷനും കൊടുക്കണം പ്ലസ് പകുതി. അത് നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറയും, പകുതി. അപ്പോൾ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ പിന്നെ വീട് കിട്ടില്ല.